ഞാനാണ് ഗൈസ് ആങ്കർ. പിന്നെ ഇത് ഞങ്ങൾ ആങ്കറായിട്ട് അംഗീകരിക്കത്തില്ല. പുള്ളിക്കാരന്റെ ആങ്കറിങ് വരെ നെപ്പോട്ടിസം. മേനെ പ്യാർ കിയ പ്രേമിച്ചിട്ടുണ്ടോ? ഞാൻ പ്രേമിച്ചിട്ടില്ല. അർജുൻ ആദ്യമായിട്ട് പ്രേമിക്കാൻ നോക്കി അപ്പൊ തന്നെ പ്രണയത്തെ കുറിച്ച് വിചാരിച്ചു വെച്ചിരുന്നതൊക്കെ തന്നെയായിരുന്നു പ്രണയിച്ചപ്പോ സംഭവിച്ചത്. ഞങ്ങള് സംഭവിക്കുന്ന മാത്രമേ വിചാരിക്കാറുള്ളൂ. പ്രണയത്തിനെ പറ്റിയോ? അമ്മ അടിക്കോ? ഇല്ല, അമ്മ കൗണ്ടർ മാത്രമേ അടിക്കൂ. നമുക്കൊന്നും നായിക തരത്തില്ലെന്ന് പറഞ്ഞു. അയ്യോ, നായിക എന്തിനാ തരുന്നത്? ഗേൾസ് കോളേജിൽ പോയി ഇരിക്കാൻ ഇവന് ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഡെയിലി മറ്റേ പെണ്ണുങ്ങളോടുള്ള ഫോട്ടോ ഇന്ന് ഈ കുട്ടികളെ കണ്ട് പരിചയപ്പെട്ടു. കാണാൻ വെച്ചും ഓണം ഉണ്ണണം ആളന്നെ. അതെ, കാണാൻ എന്താണെന്നുള്ളതാണ് പദ്ധതി. എന്താണ് കാണും? ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയാണ്? എന്താ കാണിക്കാൻ വൃത്തിയോട് പറയാ ഇന്റർവ്യൂവിനകത്ത്. തുടങ്ങാത്ത എന്താ? എന്താ പറ്റി? അപമാനിച്ച് ഇത് ഏത് സീനിൽ അഭിനയിച്ച? അതിനകത്ത് ഈ നടി നായികയുടെ ഗൾഫിലുള്ള ഫ്രണ്ടാ. പുള്ളിക്കാരിയാണോ ഫോൺ ചെയ്യുന്നത്? ഫോണില് മാത്രം ഞാൻ അഭിനയിക്കുന്നുണ്ട് വെറുതെ. പക്ഷെ ഇന്ന് ഞാനാണ് ഗൈസ് ആങ്കർ. പിന്നെ ഇത് ഞങ്ങൾ ആങ്കറായിട്ട് അംഗീകരിക്കത്തില്ല. പുള്ളിക്കാരന്റെ ആങ്കറിങ് വരെ നെപ്പോട്ടിസം. അങ്ങനെ പറയരുത്. മേനെ പ്യാർ കിയ പ്രൊമോട്ട് ചെയ്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത്രയും മേക്കപ്പും ഈ കോസ്റ്റ്യൂമും ഹെയറും ഒക്കെ ചെയ്ത് ഞാൻ വന്നത് മേനെ പ്യാർ കിയ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. എന്റെ ഭർത്താവിന്റെ പടം സൂക്ഷിച്ചോ. അല്ല, ഇവൻ കൈയടിച്ചില്ല ഞാൻ ആങ്കർ എന്ന് പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എപ്പോഴെപ്പോഴും അടിക്കണം. വീട്ടിൽ ചെന്നിട്ട് ബാക്കിയൊക്കെ. അപ്പൊ ഇനി ശരിക്കുള്ള ഇൻട്രോ ഞാൻ പറയട്ടെ ഗൈസ്. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ആദ്യം തന്നെ ജിഞ്ചർ മീഡിയയുടെയും എന്റെയും വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മേനെ പ്യാർ കിയയുടെ ടീമാണുള്ളത്. അപ്പൊ നമുക്ക് ലെറ്റ്സ് വെൽക്കം ശ്രീകാന്ത് വെട്ടിയാർ, മിഥുട്ടി, അർജുൻ, അസ്കർ ആൻഡ് ഹൃദു. ഹലോ, വെൽക്കം ടു ദി ഷോ. ഒഫീഷ്യലി ആങ്കർ ആയിരിക്കുകയാണ്. ഇനിയില്ല ഇൻട്രോ പറയുമ്പോൾ മാത്രമേ ഞാൻ നല്ല ഇതിലേക്ക് പോകുള്ളൂ. അപ്പം ഞാൻ എന്താ നിങ്ങളുടെ യൂഷ്വൽ ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങണോ? മേനെ പ്യാർ കിയ പ്രേമിച്ചിട്ടുണ്ടോ? ഞാൻ പ്രേമിച്ചിട്ടില്ല. അർജുൻ ആദ്യമായിട്ട് പ്രേമിക്കാൻ നോക്കി അപ്പൊ തന്നെ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? അവിടുന്നാട്ടോ അഭിനയം കഴിഞ്ഞു. ഇത് നീ വേർക്കും. അല്ല, നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കല്യാണം കഴിച്ചത് മിഥുട്ടി അല്ലേ? മിഥുട്ടി പറ. പ്രേമിച്ചില്ലേ? പ്രണയത്തെ പറ്റി പറയും. പ്രണയത്തെ പറ്റി പറ. രണ്ട് വാക്ക് പറയണം. എന്താണ് രണ്ട് വാക്കി തീർക്കരുത്. നല്ലതാണ് പ്രണയം. പൈങ്കിളിയാണ് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. പ്രണയത്തെ കുറിച്ച് വിചാരിച്ചു വെച്ചിരുന്നതൊക്കെ തന്നെയായിരുന്നു പ്രണയിച്ചപ്പോ സംഭവിച്ചത്. പിന്നല്ലാണ്ട് അങ്ങനെയല്ല, ഞങ്ങള് സംഭവിക്കുന്ന മാത്രമേ വിചാരിക്കാറുള്ളൂ. ആ സമയത്തൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ആ സമയത്ത് അവിടെ പാർവതി, എന്റെ മനസ്സ് ഗേൾഫ്രണ്ട്. ഇപ്പൊ എന്റെ വൈഫ്. സപ്പോർട്ട് കുറവാണെന്നൊക്കെ പുള്ളി ഇന്നലെ വിളിച്ചിട്ട് വരെ പറഞ്ഞത് ഫൈസൽ ബ്രോനോട് മെസ്സേജ് അയച്ചേക്കാം. എനിക്ക് മെസ്സേജ് അയക്കാം ഫൈസൽ ബ്രോന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഡയറക്ടറോ, ഞാൻ പാർവതിയാണ്. എൻ്റെ ഭർത്താവിനെ ഒരു 25-26 തീയതികളിലേക്ക് എനിക്ക് വിട്ടു തരണമെന്ന്
അങ്ങനെയൊക്കെ പറഞ്ഞ ഷൂട്ടിംഗ് വിട്ടു ഇല്ലാത്തപ്പോ മധുര കയറി പോകുന്നവരാ. ഷൂട്ടിംഗ് അല്ല, ഇല്ല ആ, അതെ അതെ ഇവനവിടുന്ന് നീ പോയിട്ടില്ലല്ലോ. ഇല്ല സത്യം എന്റെ കട എടുത്താന്ന് തോന്നുന്നുണ്ട്. അതെ അതെ ഇനി നായകൻ ഋതുവിനോട് തന്നെ ചോദിക്കാം, എന്താണ് പ്രണയിച്ചിട്ടുണ്ടോ? പ്രേമത്തെ കുറിച്ച് എന്താ പറയുക? പ്രണയിച്ചിട്ടുണ്ട് പല പ്രാവശ്യവും. പലയിടത്ത് വെച്ച് അഞ്ചാറ് പ്രാവശ്യം. എത്ര പ്രാവശ്യം ഞാൻ ചോദിച്ചില്ല. എന്റെ അടുത്ത് ആരും സംസാരിക്കണ്ട. അഞ്ചാറ് പ്രാവശ്യം. തോറ്റിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല experience. Okay, 10 on 10 പിന്നെ കുറച്ച് ടെറർ എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്കൊന്ന് നല്ല എക്സ്പീരിയൻസ് പിന്നെ എൻഡിങ്ങിലോട്ട് എപ്പോഴും കുറച്ച് ടെറർ എക്സ്പീരിയൻസ് അങ്ങനെ വേണമല്ലോ അല്ലേ? എല്ലാം വേണമല്ലോ. അങ്ങനെ വേണോന്ന് ചോദിച്ചാൽ അങ്ങനെ വേണ്ട, പക്ഷെ അങ്ങനെയാണല്ലോ. ആയി പോകണം. അസ്ക്രിക്കയുടെ നമ്മുടെ അവിടെ അഡ്വൈസർ അസ്ക്രിക്ക ഈ ലവിന്റെ ഒക്കെ നമ്മുടെ ഗ്രൂപ്പിന്റെ. പക്ഷെ ഞാൻ ശരിക്കും ജീവിതത്തിൽ ഇവനോടൊക്കെ ചോദിച്ചിട്ടാണ്, എനിക്ക് അറിയത്തില്ല ഇവനോടൊക്കെ ചോദിക്കുക പ്രേമിക്കുന്നത്. അതല്ല, ഋതു പറയാ, എന്നോടൊപ്പം ചോദിച്ചത് വെറുതെ പറയല്ലേ. പറ. പ്രണയത്തിനെ പറ്റിയോ? അമ്മ അടിക്കോ? ഇല്ല, അമ്മ കൗണ്ടർ മാത്രമേ അടിക്കും. അവരെന്നെ പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ആ സൈഡ് ഞങ്ങള് പ്രേമിക്കാറില്ല. ഇനി നമുക്ക് കുറച്ച് ഗെയിംസിലോട്ട് പോവാം അല്ലേ? പോകാം. അതെ അതെ ഓണമൊക്കെ ആവുമ്പോ പിന്നെ ഗെയിമില്ല. അല്ല, ഇതിപ്പോ സിനിമയെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നത് കൊണ്ട് കുറച്ച് ക്ലൂസ് ഞാൻ തരാം. അതായത് അത് സിനിമയെ കുറിച്ചിട്ടായിരിക്കും. അത് ഏത് സിനിമയാണെന്ന് പറയണം. അയ്യേ, ഈസി. എന്താ ഒന്നുകൂടെ കേട്ടില്ല. ഞാൻ ഒരു സിനിമയെ കുറിച്ച് കുറച്ച് ക്ലൂസ് പറയും. അത് ഏത് സിനിമയാണ്? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ബോംബെയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക്, അടിമ ജീവിതം, ആണോ? എന്റെ റേഷൻ കാർഡ് അമ്മയോടുള്ള സ്നേഹം എന്ന് പറയാം. ബാക്കി കൂടെ വായിക്കട്ടെ. ആൻഡ്രൂസ് അച്ചായൻ പറഞ്ഞത് ബാംഗ്ലൂർ പോയി ആനയെ അല്ലെ എന്നാലും ഈ കഥ ഒന്ന് കേക്കട്ടെ, ഈ ക്ലൂ ഒന്ന് ബാക്കി വായിച്ചേ, അതൊന്ന് കേട്ട് നോക്കണല്ലോ. ബോംബെയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക്, അടിമ ജീവിതം, ജനനായകൻ, അമ്മ സ്നേഹം. കഴിഞ്ഞു. ഇനി അടുത്തത്, നായകനും വില്ലനും സ്നേഹിക്കുന്നത് ഒരാളെ. അതൊരുമാതിരിപ്പെട്ട വാലിയല്ലേ? അജിത് കുമാർ വാലി. ബാലി അല്ല, ഞാൻ അടുത്ത പറയാം. കുറച്ചുകൂടെ കിട്ടും. ആക്സിഡന്റലായി നായികയെ കണ്ടുമുട്ടുന്ന നായകൻ. വളരെ ആക്സിഡന്റലായിട്ടാണ് കണ്ടുമുട്ടുന്നത്. വാലി ഇനിയുണ്ട്. ഇതുവരെയുള്ള കഥ ഇങ്ങനത്തെ കഥയിൽ കുറെ സിനിമകളുണ്ട്. ഇനിയാണ് വരുന്നത്. നായകന്റെ അച്ഛൻ പോലീസ്. നായകന്റെ അച്ഛൻ പോലീസോ? ഗില്ലി ഗില്ലി ഞാനും ഗില്ലി തന്നെ ഓർക്കുന്നു. അതല്ല, അച്ഛൻ ചാരി ഇരുന്നിട്ടൊക്കെ ഫോൺ നോക്കാൻ നോക്കുന്നത് നോക്കാറില്ല. എനിക്ക് അപ്പൊ തന്നെ ചാറ്റ് GPT. അതെ അതെ, പ്രൈവസി ക്ലാസ്. ഇനി അടുത്തത്, അമ്മയും അച്ഛനും ആരെന്നറിയാത്ത നായകൻ. അമ്മയും അച്ഛനും ആയിരുന്നു. ആരെന്നറിയാത്ത നായകൻ. മഴ സീസണിൽ നല്ല ജോലി തിരക്ക്, വെള്ളം കണ്ടാ പേടിയില്ല. അതുകൊണ്ടായിരിക്കും മൈ സിസ്റ്ററില് നാരായണാണോ? നരനാണോ? ആ, oh my God. വെള്ളം എവിടെ? സേന്തേൻ. ഞാനവനെ ഒരുമിച്ചാ പറഞ്ഞത്. എനിക്ക് കയ്യിൽ കിട്ടിയില്ലല്ലോ. സോറി പെട്ടെന്ന്. കേട്ടില്ല. 1+1. ആ, നഷ്ടപ്പെട്ട തറവാട് സ്ഥലവും തിരികെ പിടിക്കുന്ന നായകൻ. ജഗന്നാഥനോ? ആറാം നമ്പൂരാൻ. അല്ല, കല്യാണം കഴിച്ചിട്ടില്ല. വീട്ടിലെ ഏറ്റവും മുതിർന്ന മകൻ, കളിക്കൂട്ടുകാരനായ ബന്ധു, ആജന്മ ശത്രു. ഗോഡ്ഫാദർ. മറ്റേ പാട്ടൊക്കെ അത് തന്നെ, ആ പാട്ടുള്ള പടം. അതിന്റെ കഥ ഇത് തന്നെയാ. അതിന്റെ കഥ മലയാള സിനിമ ക്രൂശിക്കാനാണോ ഈ ഗെയിം വെച്ചത്? സെയിം അവസ്ഥ തന്നെയാണ്. വീട്ടിലെ ഏറ്റവും മുതിർന്ന മകൻ. മുതിർന്ന മകൻ. ചിന്തിച്ചിട്ട് ടെൻഷനാണ്. മാടമ്പിയുടെ സെയിം കഥയാണ്. അടുത്തെത്തും. ഇനിയൊന്ന് ലാസ്റ്റ് വീടും പറമ്പും തിരിച്ചു പിടിക്കുന്നു. പിടിക്കുന്നു. നഷ്ടപ്പെട്ട തറവാട് സ്ഥലവും തിരി. പിന്നെ കളിക്കൂട്ടുകാരനായ ബന്ധുവാണ് ആജന്മ ശത്രു. ഇത് ഓ വെട്ടം.
ഞാൻ നായികയുടെ പേര് പറഞ്ഞുതരാം. അല്ല ഞാൻ പറയാം. ആ. കളിക്കോഴി എന്റെ എന്ത് ചെസ് മത്സരത്തിന് ഇരിക്കുന്ന പോലെ അവര് നായികയുടെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടേ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നായിക ശോഭന. ശോഭനയാണോ? ഈ ചന്ദ്രോത്സവം. ശോഭനയോടുള്ളൂ. അയ്യോ ഞാൻ നേരത്തെ ഇവിടെ ഉണ്ട് ഇത്. ഇല്ലേ തമിഴാണോ? അല്ലല്ല മലയാളം. വലിയേട്ടനാണോ? ആ കിട്ടിയല്ലേ വലിയേട്ടൻ വലിയേട്ടൻ കന്യാട്ടൻ. എനിക്ക് ഓർമ്മ വന്നുട്ടോ, പക്ഷെ വലിയേട്ടൻ 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 ഇവിടുന്ന് മകനെന്ന് പറഞ്ഞില്ലേ ഞാൻ? വലിയേട്ടൻ. കല്യാണം കഴിച്ചില്ലെന്നല്ലേ പറഞ്ഞത്? കല്യാണം ആ, കഴിച്ചിട്ടില്ലല്ലോ വലിയേട്ടൻ കഴിക്കുന്നത്. മുതിർന്നതാണ്. അതെ അതെ ശരിയാണ്, മുതിർന്നതാണ്. തിരിച്ചു പിടിച്ചു എന്തായാലും എക്സ്ട്രാ ടൈം പോലും. ഇനി ലാസ്റ്റ് ആണേ. നമ്മളൊക്കെ തോറ്റ്. പോലീസ് ആകാൻ കൊതിച്ച നായകൻ കേസ് അന്വേഷണത്തിലേക്ക് തിരിയുന്നു. എല്ലാ കേസുകളും ഭാഗ്യം കൊണ്ട് കണ്ടുപിടിക്കും. സേഡി മൂസ. ഉറപ്പായിട്ട്. യെസ് 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 അടിപൊളി. കപ്പടിക്കും. അതെ. അപ്പം ഈ റൗണ്ടിൽ ആര് ജയിച്ചു എന്ന ഒരു ഇതില്ല, പക്ഷെ എന്നാലും ശ്രീകാന്തേട്ടൻ തന്നെയാണ് കൂടുതലായിട്ട് ഇത് തന്നെ പരിപാടി. രാവിലെ തൊട്ട് സിനിമ കാണുക, സൂപ്പ് ഉണ്ടാക്കുക, സിനിമ കാണുക, സൂപ്പ് ഉണ്ടാക്കുക. ഈ പടത്തിന്റെ എല്ലാ സൂഫി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ. വലിയേട്ടൻ ചെയ്തിട്ടുണ്ട്, KGF ചെയ്തിട്ടുണ്ട്, അതെല്ലാം ചെയ്തിട്ടുണ്ട്. കൂനി വരും. അതുകൊണ്ട് ഇതിന്റെ കഥ ഇങ്ങനെ സിനിമ കാണും ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട്. കൂനി അറിയില്ലല്ലോ. ആ ചെയ്യും. കൂനി ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത ഇത് ഇറങ്ങാൻ പോകുന്നുണ്ട് കൂനി. കൂലിയും ഇത് ഒരുമിച്ച് റിലീസ് മേനെ പിയർക്ക്. എന്റെ സ്കൂപ്പും ഒരേ ദിവസം റിലീസാണ്. 3 ക്ലാഷ്. യൂട്യൂബിലും ഞാൻ തിയേറ്ററിലും. പ്രേക്ഷകരെ നിങ്ങൾ ഇത് കേൾക്കുക. ശ്രീകാന്ത് വെട്ടിയാറിന്റെ കൂലിയും മേനെ പ്യാർക്കയും ഒരേ ദിവസമാണ് റിലീസ് ആവാൻ അളിയ പാരന്റിനാണോ? യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടോ? ഫേസ്ബുക്കിലും എല്ലായിടത്തും ഒരു തിയേറ്റർ റിലീസ് ഒക്കെ വെച്ചൂടെ? വേണം പറയുന്നു, നോക്കുന്നുണ്ട്. ഷോർട്ട് വീഡിയോ ഉണ്ട്. നേരത്തെ പ്രണയം ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് അർജുൻ ഉണ്ടായ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് അർജുനെ അതെ അത് എന്താ ക്വാളിറ്റി? അറിയാലോ ഈ ലുക്ക്, ഈ പൊടി, ഞാൻ പറയാം. പ്രേമിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വേണ്ട എന്താ? ശാന്തത, സമാധാനം, പീസ്. അത് കുറച്ച് നന്നായിട്ട് തരുമായിരുന്നു. വഴക്കുണ്ടാക്കത്തില്ല, ആർഗ്യൂ ചെയ്യത്തില്ല. ഇപ്പൊ അത് കാരണം നമ്മൾ വഴക്കുണ്ടാക്കാൻ ചെന്നാലും നമുക്ക് വേണം ഒറ്റയ്ക്ക് എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകാം. ഈ പുള്ളി ഇവിടെ തിരിച്ച് വഴക്കിടില്ല. ഇല്ല, അതാണ് കല്യാണത്തിന് മുമ്പ് അതൊരു രസമാണ്, കല്യാണം കഴിഞ്ഞിട്ട് എത്ര രസമാണ്. ജീവിതം പോലെയല്ലേ നിങ്ങളുടെ എനിക്കൊന്ന് നിങ്ങളുടെ ഡിയോയില് പീസ്ഫുൾ ആള് കുറച്ച് അർജുനാണ്, കുറച്ച് ആങ്സൈറ്റി ആയിട്ട്. ഞാൻ ഹൈപ്പർ ആക്റ്റീവും. കല്യാണം പറഞ്ഞാൽ മതി, ടിപ്സ് പറഞ്ഞുതരാം. എന്താണെന്നറിയാം, ഭാര്യ വഴക്കിടാൻ വരുമ്പോ മിണ്ടാതിരുന്നിട്ട് ഇങ്ങനെ ഇരുന്നാ മതി. പറയാതെ അവര് പറഞ്ഞു ഒക്കെ കേൾക്കാം. അങ്ങനെ പ്രണയത്തെ പറ്റി നല്ല അഭിപ്രായമാണോ? പ്രേമിച്ചിട്ടുണ്ടോ? പിന്നെ ഇപ്പഴും പ്രേമിച്ചോണ്ടിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞില്ലല്ലേ? ഇനിയിപ്പോ പ്രേമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷമായിരിക്കും കല്യാണം. സീരിയസ് ആണ്, സീരിയസ് ആയിട്ട്. എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലേ? ഫോട്ടോ ശരിയാ. ഇനിയിപ്പോ കല്യാണം നമ്മളെല്ലാരും കല്യാണം വിളിക്കുവോ? പിന്നെ അർജു വിളിക്കാത്തതിന്റെ പേര് ഇല്ല, അങ്ങനൊന്നുമില്ല. ഞാൻ അത്രക്കാരല്ല, ഞാൻ വിളിക്കുന്നത് അർജു ആണ് കേട്ടോ വിളിക്കാഞ്ഞത്. കഥ അസ്കർ എല്ലാവർക്കും കല്യാണം ഡേറ്റ് ഒന്നും തീരുമാനിച്ചില്ല, അടുത്ത വർഷമായിരിക്കും. പുള്ളിക്കാരി പുറത്താണ്, ഇനി വന്നിട്ട് വേണം. അതെ അതെ, ഭയങ്കര ഒരു ഇതായിരുന്നു കല്യാണത്തിന് വിളിക്കാത്തത് അർജുൻ നമ്മളെ. പുള്ളി ഹെഡ്ലൈൻസ് ആയിരുന്നു നമുക്ക്. ഒന്നുമില്ല മറന്നു. ഇനി സിനിമയിലെ ഹൃദുവിന്റെ പ്രേമം എങ്ങനെ? വളരെ മനോഹരമാണ്. പാട്ട് കേട്ടില്ലേ ഇപ്പൊ? മറ്റേ പാട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ മനോഹരി, അതുപോലെ തന്നെ മനോഹരമായ നമ്മുടെ നാട്ടിലെ കാണുന്ന പിള്ളേര്, നമുക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ട് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അതെ, ഇവര് ഞാൻ മാത്രമല്ല, പല എല്ലാരും എനിക്കൊന്ന് നിക്സൺ ചേട്ടനും എല്ലാരും നമുക്കൊന്നും നായിക തരത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് ജീവിതത്തിൽ ഒരു നായിക ഇല്ല. ഗേൾസ് കോളേജിൽ പോയി ഇരിക്കാൻ ഇവന് ഒരു കുഴപ്പമില്ല. ചോദിച്ചു നോക്ക്. അതല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. കോളേജിൽ ഇവന് സീനില്ലാന്ന് ഞാൻ അറിഞ്ഞത് ഇന്നലെ. സീനില്ലെന്നാ ചോദിച്ചു നോക്ക്. ഉണ്ടോ? കാരണത്തല്ലേ ഞാൻ ഓടിക്കുന്ന വഴി എനിക്ക് മനപ്പാടമാക്കണം. എന്നിട്ട് ഡെയിലി മറ്റേ പെണ്ണുങ്ങളുടെ
പോട്ടെ ഇന്ന് ഈ കുട്ടികളെ കണ്ട് പരിചയപ്പെട്ടു കേട്ടോ. ആളുകളോടുള്ള കാണത്തില്ലേ അയക്കാറില്ല. സിനിമയില് ഇവർക്ക് രണ്ടുപേർക്കുമാണ് കൂടുതൽ പ്രണയത്തെ പറ്റി. ഞങ്ങൾക്ക് അതാണ് ഫുട്ബോളിനോട് നമ്മളിപ്പോ മാത്രമേ ഡിസ്കസ് ചെയ്തത്. പ്രേമമൊന്നുമില്ല. ഫുട്ബോളിനോട് മാത്രം. നമുക്ക് ഇത് പറയാം. മേഡം നമുക്ക് പ്രേമമാണല്ലോ. കുട്ടിയും പ്രണയിക്കുന്നുണ്ട് കുട്ടിയുടെ ക്യാരക്ടർ. പ്രണയിക്കുന്നുണ്ട്. തിരിച്ച് കിട്ടാത്ത സ്നേഹമാണ്. തിരിച്ചു കിട്ടാത്ത മിങ്ങലാണ് പ്രണയം. ഞങ്ങളാരും കാര്യമാക്കാത്തോണ്ട് ഞങ്ങള് അഭിനയിക്കണ്ട. അത് ഇതിന്റെ മേനപ്പേർക്കയുടെ കാര്യം ചോദിക്കുന്നത്. അതാണ് പറഞ്ഞത്, അഭിനയിച്ചിട്ടില്ല. അഭിനയിച്ചില്ല, ശരിക്കും ഭയങ്കരമായിരുന്നു എന്ന്. പ്രേമിക്കായിരുന്നു. ശരിക്കും കോളേജിലുള്ള പ്രേമങ്ങളെല്ലാം അവന്റെ ആയിരുന്നു. അതെ അല്ലേ കോളേജിൽ ഏത് ഈ കോളേജിലുള്ള ആ ഷൂട്ട് നടക്കുമ്പോ നമ്മുടെ കോളേജ് മറ്റേ ഇതല്ലായിരുന്നു, സിനിമയിലില്ല അതൊന്നും, ക്യാമറയ്ക്ക് ബാക്കിലായിരുന്നു മാത്രം. ഷൂട്ട് ചങ്ങനാശ്ശേരിയിലായിരുന്നു കുറച്ച് പോർഷൻ ഷൂട്ട്. പിന്നെ മധുര. അതിനും വേണ്ട, കളിച്ചു നടന്നു. കോളേജ് ഇവരുടെ കോളേജ് SB കോളേജ് ചങ്ങനാശ്ശേരി. മിതുട്ടിന്ന് വിളിക്കുന്നതാണോ കുട്ടിന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? മിതുട്ടിന്ന് വിളിക്കുന്നതാണോ? കുട്ടിയാണ് കൂടുതലും രസം. എല്ലാരും വിളിക്കുന്നത് എല്ലാരും വിളിക്കുന്നത്. എല്ലാവരും വിളിക്കുന്നത് കുട്ടിയെന്നാണ്. അവിടുത്തെ ഇതില് നിജു. എന്നാ പ്രത്യേകിച്ച് നിജു. നിജു. ഇതില് നിജു. എല്ലാവരും ഞാൻ ചോദിച്ചു ഷൈൻ. നിജു പാക്ക്. ടോണി. അവിടെ എന്താ നിങ്ങൾ കൊറേ നേരം അവരുടെ യൂണിവേഴ്സാ. നിങ്ങൾ അവരെ ഇന്റർവ്യൂ എടുക്കുന്നത്, ഞാൻ എന്നെ ഇന്റർവ്യൂ എടുക്കുന്നത്. ബാക്ക് ബെഞ്ചേഴ്സ് ആവാൻ തോന്നുന്നു. അതെ. ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നിട്ട് ഇത് ടീച്ചറൊക്കെ പോലെ അടിച്ചത്. ബെഞ്ചിലൊക്കെ. അത് ഞാൻ നിങ്ങൾക്ക് ടാസ്ക് എഴുതാൻ വേണ്ടി നേരത്തെ എടുത്തായിരുന്നു. പിന്നെ ക്യൂബ് വരച്ചോണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾ രണ്ടുപേരും പാട്ട് പാടുന്നു. നമ്മുടെ പുതിയ പാട്ട് ഇറങ്ങിയതല്ലേ, മേനെ പ്യാർ കിയാ. അതേതോ ഹിന്ദി പാട്ടല്ലേ അല്ല, മേത്തോ. ഇപ്പൊ പാടിയപ്പോ തോന്നിയതായിരിക്കും. കിളി കേട്ടായിരുന്നെങ്കിൽ കിളി പാട്ടിങ്ങനെ ചാടി മരിച്ചത്. കിളി പോയാലോ ഉണ്ണിയുടെ ഇത് നിങ്ങള് കേട്ടായിരുന്നു. പാട്. ആ രണ്ട് വരി നിങ്ങൾ പാടാൻ ഞാൻ പാടാറ് പോയില്ല. പാട് പാട്. റെഡി 1 2 3 സ്റ്റാർട്ട്. പാട് 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 പാട്. പാട്. അതല്ല, മറ്റേ സാധനം പാടാം. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് പാടാം അല്ലെ? ഇത് മറ്റേത് പാടാം. മേനെ പ്യാർ കിയ. ലാസ്റ്റ് ലൈനില് മേനെ പ്യാർ കിയ. അങ്ങനെ ഇപ്പൊ പാടി. അല്ല, അത് പുള്ളി മനോഹരി. മനോഹരി തൊട്ടായിരുന്നു പാടിയത്. റെഡി 1 2 3 സ്റ്റാർട്ട്. മേനെ പ്യാർ ലിറിക്സിൽ കുറച്ച് ഞാൻ ഓർഡർ ഇൻസ്ട്രുമെന്റ് ഒക്കെ എടുത്തു. ഞാൻ ഗിത്താർ അല്ല, ഇവരെ പാടി വെറുപ്പിക്കണ്ട. ഞങ്ങൾ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ നമ്മള് പാടാൻ പറയുമ്പോ അങ്ങനല്ലേ, ബെഞ്ച് ക്ലാസ്സിൽ കിട്ടിയ പഠിക്കുന്ന സമയത്ത് അതെ അതെ അതെ. എനിക്കത് ഓർമ്മ വന്നു. എല്ലാരും ഒരാള് പാടും. അല്ല, ഞാൻ പിന്നെ നമുക്ക് മാക്സിമം ഓണം എപ്പിസോഡ് ആണെങ്കിൽ എപ്പോഴും മേനപ്പേർക്കിയ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഇങ്ങനെ 5 മിനിറ്റിൽ അവർ കട്ട് ചെയ്താലും നമ്മൾ മേനപ്പേർക്കിയ ഇടയ്ക്ക് കയറ്റണം. നിങ്ങളുടെ ഈ ആങ്കറിങ്ങിന്റെ മീറ്റർ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. സോറി സോറി. ആരും പറയണ ഇപ്പൊ യൂട്യൂബിൽ 2 മൈക്കൊക്കെ വെച്ചിട്ട് ഇന്റർവ്യൂ എടുക്കുന്നത്. അത് പോഡ്കാസ്റ്റ്, ഇത് ഇന്റർവ്യൂ. പോഡ്കാസ്റ്റ് സിനിമ ഇറക്കുന്ന ആളാണ് പറയുന്നത്. ഓക്കെ, നമ്മള് ഓണം എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ കോർ മെമ്മറിയിൽ വരുന്നതാണ് ഈ സിനിമ റിലീസുകൾ എന്നൊക്കെ പറയുന്നത്. ക്ലാഷ് റിലീസുകൾ അങ്ങനെയൊക്കെ. അങ്ങനെയുള്ള നിങ്ങളുടെ ഒരു ഓണം ലൈക്ക് സിനിമ മെമ്മറി എന്താ? ഇതായിരിക്കും ഇനി മുതൽ അല്ലേ? ഓണത്തിന് പടം എനിക്ക് clash ആ. ആർക്കും പരിചയമില്ല. ഞാനും കല്യാണി പ്രിയദർശനിയോട്ടെ ക്ലാഷ് വെക്കും. ഓണത്തിന് 2 പടം ലോകയും ഓടും കുതിര ചാടും കുതിര. ഞാൻ മേനെ പ്യാർക്കിയും ഓടും കുതിര ചാടും കുതിര. ഓ, എന്നിട്ട് അത് ആ മീറ്റിംഗ് ഇന്റർസെക്ഷനും വന്നു. ഓ, എനിക്ക് എനിക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. ആ പകുതിക്കും കുട്ടിയും. അതെ അതെ അതെ. ഒരു ഗോൾ. അല്ല, മേനപ്പേർക്കി അവിടെ നിൽക്കട്ടെ. ഇതിന് മുന്നേ ചൈൽഡ്ഹുഡ് മെമ്മറീസ് പറ. ഒരു സിനിമയുമായിട്ട് ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് സിനിമ മെമ്മറീസ് ഉണ്ടല്ലോ, അത് പറ. ഈ തവണ അവിടെ നിന്ന് തുടങ്ങും. എന്റെ മെമ്മറി വെച്ചാൽ അന്ന് നമ്മളെ ചെറുപ്പത്തിൽ അധികം തിയേറ്ററിൽ സിനിമ കാണാൻ കൊണ്ടുപോകില്ലായിരുന്നു. വീട്ടിൽ നിന്ന് കൊണ്ടുപോകാണല്ലോ. 2 വർഷം കൂടി, 1 വർഷത്തെ ഒരു സിനിമയൊക്കെ. അത് ഓണത്തിന് കൊണ്ടുപോകണം നിർബന്ധമില്ലായിരുന്നു. കൂടുതൽ നമ്മൾ TV-യിലായിരുന്നു സിനിമ കണ്ടോണ്ടിരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഏതോ ഒരു സിനിമ രാവണപ്രഭു ആണെന്ന് തോന്നുന്നു. രാവിലെ ഉച്ചക്ക് 11 മണിക്കാണ് തുടങ്ങിയിട്ട് രാത്രി 9 മണിക്ക് തീർന്നത്. 12 മണിക്കാണ് ക്ലൈമാക്സ് വന്നത്. വെയിറ്റ് ചെയ്ത് പരസ്യം സത്യം അത്രയും പരസ്യം. അതായത് അന്നേ ഏതോ ചാനൽ ഏതാ ഞാൻ മറന്നുപോയി. അങ്ങനെ അതിനുവേണ്ടിയായിരുന്നു വെയിറ്റ് ചെയ്യുന്നത്. കാരണം അന്ന് ഏറ്റവും സിനിമകൾ TV-യിൽ വരും. ഏറ്റവും പുതിയ ഓണത്തിനാണ് വരുന്നത്.
അപ്പൊ നമ്മളെ അന്ന് വേറെ OTT പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തിയേറ്ററിൽ പോകാൻ അന്ന് ഇതിലാണ് കാണുന്നത്. എനിക്ക് പരസ്യം കാണണം, ഒരു 10, 15, 20 മിനിറ്റ് ഒക്കെ വരെ പരസ്യമുണ്ട്. അങ്ങനെ അതൊക്കെ എന്റെ ഓർമ്മ രാവണപ്രഭു ആണെന്ന് തോന്നുന്നു. രാവണപ്രഭു 11 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 11 മണിക്ക് 12 മണിക്കൂർ സിനിമയായിരുന്നു. അതെ അതെ. എന്റെ ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് എനിക്ക് അതാണ് എന്റെ ശരിക്കുള്ള ഓണം. എന്താന്ന് വെച്ചാൽ വ്യാജ ഓണം. ബാക്കിയൊക്കെ വ്യാജ ഓണം. ചാണകമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് മുറ്റത്ത് ഇങ്ങനെ പൂക്കളം ഇടാൻ വേണ്ടിട്ട് കൈകൊണ്ട് അന്ന് പുള്ളി കിടന്ന് മെഴുകുമായിരുന്നു. ഇങ്ങനെ നമ്മള് ചെറുപ്പത്തിൽ പുള്ളി മെഴുകുമായിരുന്നു. അതിങ്ങനെ മെഴുകി റൗണ്ട് ആക്കും. അതിന് നമ്മള് ഫസ്റ്റ് തന്നെ പൂ പറിച്ച് ഉണ്ടാവും അവിടുന്നൊക്കെ അത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വന്നിട്ട് നമ്മള് അത് ഇട്ട് അത് കഴിയുമ്പോഴാണ് അമ്മ വിളിക്കുക, ആ ദോശ റെഡി വാ, എല്ലാവരും വാ. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് അനിയന്മാര് ഞാന് കസിൻസ് എല്ലാവരും കൂടി ഒരുമിച്ച് തറവാട്ടില്. അങ്ങനെ ആ ഒരു ഓണം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതായത് നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ ഭയങ്കര പറ്റിയ കോറായിട്ട് ഓർമ്മയുള്ളത്. ഭയങ്കര രസമായിരുന്നു അന്നൊക്കെ. ഇപ്പോഴൊക്കെയാണ് ചാണകമൊക്കെ എവിടെ നിന്ന് തപ്പി പോകേണ്ടി വരും. കുട്ടിക്ക് പ്രായമായി പ്രായമായി. നമ്മുടെ മുമ്പത്തെ ജനറേഷൻ ഒക്കെ ചാണകം പക്ഷെ അതാണ് ശരിക്കുള്ള ഓണം. അതെ അതെ ശരി. ശരിക്കും അങ്ങനെ പുള്ളിക്ക് മെഴുകാൻ പറ്റുന്നില്ല. അതാണ് അങ്ങ് ഇപ്പോഴത്തെ ഓണം. അന്ന് നല്ലതായിട്ട് മെഴുകാൻ പറ്റില്ല. സത്യം പറഞ്ഞു. എന്നെക്കാളും കൂടുതൽ ഓണം ഉള്ള ഒരാളാണ് ഞാൻ. സത്യം പറഞ്ഞു. ചാണകം കൈകൊണ്ട് തൊട്ടിട്ടുണ്ടോ? പിന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. പശു ഉണ്ടായിരുന്നു കണ്ടോ? പക്ഷെ ഞങ്ങള് ശരിക്കും അങ്ങനെ ചില അവിടെയൊക്കെ ഇടും. അതായത് ഈ അത്തപ്പൂക്കൾ ഇടുന്നതിന് മുന്നേ ആ വൃത്തിയാക്കിയിട്ട് ചാണകം മെഴുകും. അങ്ങനെയായിരുന്നു പണ്ട്. അങ്ങനെയായിരുന്നു. അതെ, ഞങ്ങളും മെഴുകിയിട്ടുണ്ട്. അപ്പൊ ചെറുപ്പം മറന്നുപോയതാ, സോറി. ഞാൻ ഓർമ്മിച്ചു. ഇത് മറ്റേ ഞങ്ങളൊക്കെ ജനിച്ചപ്പോ ആ കാലഘട്ടം കഴിഞ്ഞു. 90കളിലെ കഥ. ഇവര് 1800 അന്ന് ചാണകം ഇല്ല. അന്ന് പശു പശുവിനെ കണ്ടുപിടിച്ചിട്ട് പശുവൊക്കെ അന്ന് കാട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് അല്ലേ? അതിനുശേഷമല്ലേ പശുവിനെയൊക്കെ നാട്ടിലോട്ട് കൊണ്ടുവരുന്നത്. കാട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിയായിരുന്നു പശു. അളിയനന്ന് കൊരങ്ങ്. അതെ, ഞങ്ങളന്ന് പരിണാമം സംഭവിച്ചു വരുന്നതേ ഉള്ളൂ. വലിയ കുട്ടിയായിരുന്നു. ഇവിടെ ഇന്ത്യയുടെ കടുപ്പ് ചോദിച്ചിരിക്കുക. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പേരെ പേർക്കി. അപ്പൊ മേനെ പേർക്ക് ഇടയ്ക്കിടയ്ക്ക് പറയാം. അല്ല, സിനിമയായിട്ട് അത് എല്ലാ ഓണത്തിന് നടക്കുന്ന എല്ലാ പടവും പോയി കാണും. അങ്ങനെ പ്രത്യേകിച്ച് മെമ്മറീസ് ഒന്നും. പിന്നെ അത് എല്ലാ മറ്റേ ഡയലോഗ് കല്യാണത്തിന് ശേഷമാണ് ഓണം ആഘോഷിച്ച് തുടങ്ങാൻ പോകുന്നത്. ആദ്യത്തെ അതാ പറഞ്ഞ ഓണം ആഘോഷിച്ച് തുടങ്ങാൻ പോകുന്നത്. തുടങ്ങണം. ഇനിയാണ് എന്റെ ജീവിതത്തിലെ യഥാർത്ഥ ഓണം. ഒന്നുമില്ല, ഓണത്തിന് ഉച്ച അത് വരെ പറ, അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങും. പുള്ളിക്ക് എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് സദ്യ ഓർഡർ ചെയ്ത് കഴിക്കും. അത് ഞാൻ ചെയ്യില്ല, ഞാൻ ഉണ്ടാക്കും. ഓർഡർ ചെയ്യത്തില്ല, ഉണ്ടാക്കി. ഉണ്ടാക്കും. എന്താന്നറിയാം, മറ്റേ ഞാൻ എഴുന്നേക്കുന്നതിന് മുന്നേ സ്വിഗ്ഗി എല്ലാം ഓർഡർ ചെയ്തിട്ട് കവറെല്ലാം മറ്റേ മാറ്റിയിട്ട് പിന്നെ ഞാനെല്ലാം ഉണ്ടാക്കി. എനിക്ക് ഇതൊക്കെ എനിക്ക് സ്കൂളിലായിരുന്നു കൂടുതലും. സ്കൂളിൽ ഓണാഘോഷമായിരുന്നു അടിപൊളി. പിന്നെ നമുക്കൊക്കെ ആ സമയത്ത് ഈ നാട്ടില് കവലയിലൊക്കെ എപ്പോഴും ഓണപരിപാടി, വടംവലി. എന്റെ വീടിന്റെ മുമ്പിൽ തന്നെ ഒരു ജംഗ്ഷനിൽ അവിടെ അതൊക്കെ അന്ന് എനിക്ക് മറ്റേ തീറ്റ മത്സരമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ബണ്ണ് മറ്റേ കെട്ടിയിട്ടിട്ട് കടിക്കുക. ക്ലബ്ബ് പരിപാടികളൊക്കെ ഇപ്പൊ പൊതുവെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടോ? ആളുകളൊന്നും ഇല്ല നാട്ടില്. ഇപ്പൊ പുതിയ പുതിയ കളികളൊക്കെ ഈ ടാറ്റ അവരൊക്കെ ഇപ്പൊ ദുബായിലൊക്കെ പോയിട്ടാ തോന്നുന്നു. അത് ടാറ്റ തീറ്റി. നാട്ടിൻ പ്രദേശ് ദുബായിലൊക്കെ ഓണാഘോഷം. ടാറ്റ തീറ്റി അറിയത്തില്ലേ? ടാറ്റ തീറ്റി ഒരു കൊല തൂക്കിയിടും. നമ്മള് ഒരു കൈ കൊണ്ട് ടാറ്റ കാണിച്ചുകൊണ്ട് നിർത്താൻ പാടില്ല. ടാറ്റ മറ്റേ ഒരു കൈ കൊണ്ട് പഴം ഇരിഞ്ഞ് തിന്നണം. ഇങ്ങനെ എത്ര വയസ്സുണ്ട്? കാലഘട്ടം ഇതിപ്പോഴുള്ള കളിയാന്നാ പറഞ്ഞത്. ടാറ്റ തീറ്റി. അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ടാറ്റ ചീറ്റുണ്ടോ? പുതിയ കളിയാണ്. അപ്പൊ ഇത് ബാലവിവാഹമാണ്. ബാലവിവാഹമാണ്. ഇനി നിങ്ങളോട് അത് പറയരുത്, അന്ന് എല്ലാരും പറയുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ? ഗെയിം ആണല്ലോ. നിന്റെ പറ. ഓണം സിനിമ മെമ്മറീസ്. എനിക്ക് ഒരു നമ്മുടെ വിജയണ്ണന്റെ ഒരു ഏത് ഏതോ രണ്ടെണ്ണം അങ്ങനെ ആയിട്ടുണ്ട്. രാവിലെ 4 മണി ഷോ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഓണം സമയത്തായിരുന്നു. അപ്പം ഭയങ്കര തുപ്പാക്കിയുടെ കോസ്റ്റ്യൂം ഒക്കെ ആയിട്ട് 4 മണിക്ക് എഴുന്നേറ്റ് പോയി. അന്ന് ഓണം കൂടെ ആയതുകൊണ്ട് ഡബിൾ സെലിബ്രേഷൻ. തുപ്പാക്കിയൊക്കെ അങ്ങനെ ഒരു മെമ്മറി ഉണ്ട് ഓണത്തിന്. കോട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഓണം സദ്യയും ആ ഒരു ഫുൾ ഡേ ഫുൾ വൈബ് ആയിരിക്കും. രാവിലെ 4 സെലിബ്രേഷൻ വൈബ്സ്. എനിക്ക് ഈ ഓണം വന്നാലും എനിക്ക് ബിരിയാണി കഴിക്കണമെന്ന്. എനിക്ക് ഓണം സദ്യ സത്യത്തില് എനിക്കും അങ്ങനെ നേരെ കേട്ടത്. എനിക്കും അങ്ങനെ എനിക്ക് ഞാൻ വെജിനോട്
ഒരു എനിക്കുണ്ട്. ഒരു മടുപ്പാണ്. സദ്യയുടെ കൂടെ 2 ചിക്കൻ ഫ്രൈ വെച്ചാൽ പോരെ? എല്ലാ വട്ടവും അല്ലെങ്കിൽ മട്ടൺ. ഓണത്തിന് എനിക്ക് ഓണത്തിനന്ന് മാത്രമാണ് ഞാൻ കഴിക്കും. മാക്സിമം എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വേണം, മീനോ അങ്ങനത്തെ എന്തൊരു ഹാക്ക് ലൈഫ് ഹാക്ക്. മീനോ ചിക്കനോ ബീഫോ എന്തെങ്കിലും ഒക്കെ അല്ല, വെറുതെ സദ്യ ബിരിയാണി ആക്കുന്നതിന് പകരം സദ്യയുടെ കൂടെ 2 ചിക്കൻ ഫ്രൈ വെച്ചാലും പോരെ? കുഴപ്പമില്ല, വേണ്ട ബിരിയാണി തന്നെ വേണം. നമ്മള് ഡെയിലി എനിക്കും അങ്ങനെ ചോറും ആ, അതെ, അതെ. മറ്റെന്താ പറയാ സാമ്പാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സദ്യ. ഇത് തന്നെയാണ് ഓണത്തിന് വരുന്നത്. അത് ചെന്നൈയിലായിരുന്നോ വളർന്നത്? അല്ല അല്ലേ? അത് അങ്ങനെയല്ല. ഇപ്പൊ അല്ല, അങ്ങനെയല്ല. മറുനാടൻ മലയാളികൾക്കാണ് കൂടുതലും ഈ ഓണത്തിനോടൊക്കെ ഭയങ്കര തിരുവനന്തപുരം ഇപ്പൊ കുറച്ചു നേരം സംസാരിച്ച് കഴിയുമ്പോ അവന്റെ സ്ലാഗ് വിജയണ്ണന്റെ പടം കാണാൻ പോയെന്ന് പറഞ്ഞു ഓണത്തിന് ആർമി പടം കാണുന്നതിന് മുമ്പ് നിനക്ക് കോസ്റ്റ്യൂം മനസ്സിലായിരുന്നല്ലേ പോവാൻ? ഒരു ദിവസം മുന്നേ യൂണിഫോം. അല്ല, അങ്ങനെയല്ല. കണ്ടിട്ടില്ലേ ഈ എന്റെ ചേച്ചിയൊക്കെ ബാംഗ്ലൂരാ, പിന്നെ ഈ ദുബായിലുള്ളവര്, അവരൊക്കെ എന്തായാലും മസ്റ്റ് ആയിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യും. മറ്റേ ക്ലബ്സിലും അവരുടെ മറ്റേ ഓണം മലയാളി ചിലപ്പോ അതൊക്കെ ലേറ്റ് ആയിട്ടും ആയിരിക്കും ഓണം. അതെ, അവരങ്ങ് ആഘോഷം ഒരു കൊല്ലം അങ്ങ് അടുത്ത ഓണം. അല്ല, കാര്യമായിട്ട് അവിടെ അവരൊരു ഡേറ്റ് എടുത്തിട്ടാണ്. ഓണം കഴിഞ്ഞിട്ടൊക്കെയാണ് ചിലടത്ത് ഒക്ടോബർ. നമുക്ക് ഈ അവര് സമയമെടുത്ത് അതെ, സമയം എടുത്ത് ആഘോഷിച്ച് അവരെല്ലാം കൂടെ പ്ലാൻ ചെയ്ത് ചിലപ്പോ അവർക്ക് അതല്ല ഒരു അല്ലെ ഈ പണ്ട് ക്ലബൊക്കെ നടത്തിയവരൊക്കെ ഇപ്പൊ ദുബായിലാ അല്ലേ? വെട്ടിയാറേ ഈ പണ്ട് ക്ലബ്ബ് നടത്തിയവരൊക്കെ ഇപ്പൊ അമേരിക്കയിലും ദുബായിലൊക്കെയാണ്. ഇപ്പൊ അവിടെ ബൈജുനകത്ത് മറ്റേ പുള്ളിക്കാരൻ വരത്തില്ലേ, അതേ ഒരു മൂടാണ്. പിന്നെ എല്ലാരും നാട്ടിൽ വരാൻ ശ്രമിക്കും മാക്സിമം. രണ്ടാമത്തെ ഹോട്ടലാണ് എന്താ നോക്കിയപ്പോ നമ്മൾ രണ്ടുപേരും മാത്രമേ കുടിക്കുന്നു. ഞാൻ പിന്നെ പ്രവാസി ആയതുകൊണ്ടും അങ്ങനെ അവിടെ ഭയങ്കര നമ്മൾ ഇതുപോലെയാണല്ലോ. ആകെ ഒരു അന്ന് ഓർഡർ ചെയ്ത് വരുത്തും. നമ്മൾ ജോലിക്ക് പോകും, ഉച്ചക്ക് ഫുഡ് വരും. ചില ദിവസമൊക്കെ ലീവ് എടുത്തിരിക്കും, ഇങ്ങനെ നാട്ടിലോട്ടൊക്കെ ഫോൺ ചെയ്ത്. അതൊക്കെയാണ് അവിടുത്തെ ആഘോഷം. അപ്പൊ നമ്മൾ ഫോൺ ചെയ്യും വീട്ടിലോട്ട്. അപ്പൊ അവർക്ക് ഇതൊന്നും സംസാരിക്കാൻ താല്പര്യം ഇല്ലായിരിക്കും. സമയം അവര് ഫുള്ള് തിരക്കിലായിരിക്കുമല്ലോ. നമ്മളോട്ട് എന്താ ഈ ഓണം, ഓണം ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഫുള്ള് ഇവിടെ അറേഞ്ച്മെന്റ് തിരക്കില്ല. അപ്പൊ ഉച്ചയാകുമ്പോ മറ്റേ പാഴ്സൽ ഊണ് വരും, അത് കഴിക്കും, 2 സ്റ്റാറ്റസ് ഇടും, കിടന്നുറങ്ങും. ഇത് തന്നെ ഓണം. അല്ല, പ്രവാസികളുടെ ഓണം പൊതുവെ ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് അന്ന് അവിടെ പ്രത്യേകിച്ച് ലീവ് ഒന്നും ഇല്ലല്ലോ. അതെ, അവിടെ ഓണം അവധി ഇല്ലല്ലോ. അതെ, ചോദിച്ചോ എന്താടാ എന്താ ചോദിക്കുക? ഇനിയിപ്പോ എന്തായാലും ചോദിച്ചോ, കേട്ടു. ചോദിച്ചു, അതവിടെ കേട്ടു. അല്ല, ഞാൻ ഈയിടയ്ക്ക് അറിഞ്ഞത് മാവേലിയുടെ ഒരു ഹിസ്റ്ററി. നമ്മള് മാവേലിയുടെ അപ്പിയറൻസ് ഇങ്ങനെയല്ല സത്യം പറഞ്ഞു. വേറെ ഒരു അപ്പിയറൻസ്, സിക്സ് പാക്ക് അല്ല, കുറച്ചും കൂടെ ഞങ്ങളുടെ ഒക്കെ മനസ്സിലുള്ള മാവേലി അല്ല. ഏതാ അപ്പം അറിയോ? ഹിസ്റ്ററി അറിയോ ഇതിന്റെ? ഹിസ്റ്ററി ഉണ്ടോ? അല്ല, ഹൃദയ അറിയാനോ പറ. അല്ല, എനിക്കറിയാം അത്ര. അല്ല, മാവേലി നമ്മൾ കേട്ടിട്ടുള്ള കഥ സ്കൂളിൽ കേട്ടായ മാവേലി. മാവേലി ആ നാട് ഭരിച്ചിരുന്ന ആള് വാമനൻ വരുന്നു, വാമനൻ വേഷം മാറി വന്നിട്ട് അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളല്ലേ. നോർമലി ഞാൻ കേട്ടിട്ടുള്ള കഥയാണ്. ചോദിക്കുന്നു, ചവിട്ടി താഴ്ത്തുന്നു. ആദ്യത്തേത് ഭൂമിയില്, പിന്നെ ആകാശം, പിന്നെ ഇനി ചവിട്ടാൻ സ്ഥലം ഇല്ലാഞ്ഞിട്ട് മാവേലിയുടെ തല ചവിട്ടി പാതാളത്തോട്ട്. ശുഭം. പിന്നെ അന്ന് പുള്ളി ചോദിച്ചു 10 ദിവസം പ്രജകളെ കാണാൻ വരാൻ കാണാനായിട്ട്. ടൈം കൊടുക്കണം. അതല്ലേ, ഇതാണ് യൂഷ്വൽ അല്ലേ? യൂഷ്വൽ കഥ. വേറെ ഓൾട്ടർനേറ്റീവ് കഥ അറിയുമായിരിക്കും. ഇല്ല, പറ. ഇല്ല, എനിക്കറിയില്ല. അല്ല, എന്ത് കഥ എന്ത് എല്ലാരും നല്ല രസമല്ലേ ഓണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ 10 ദിവസം അടിപൊളി, ഹാപ്പി അല്ലേ? നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഓണത്തിന് ഇടാൻ പറ്റിയ പാട്ടുകൾ തന്നെ നല്ല നൈസാ. അതെ. പിന്നെ എല്ലാരും ഭയങ്കര ഐക്യത്തോടുകൂടി റെസ്പെക്റ്റീവ് ഓഫ് എനിത്തിങ് എല്ലാരും സെലിബ്രേറ്റ് ചെയ്തൊരു എല്ലാരും ഡ്രസ്സൊക്കെ എടുത്തു. ഓണം കൊണ്ടണം നല്ല ആളന്നെ. അതെ, ഈ കാണാൻ എന്താണെന്നുള്ളതാണ്. അതൊന്നും കണ്ടിട്ടില്ല. എന്താണ് ഈ കാണോ? എന്താണ് ഈ കാണോ? ഈ കുട്ടി കാണുമെന്ന് വെച്ചാ മറ്റേ ഇവിടെ ഇന്ന് ആരൊക്കെയാണ് അറിയാം. കാണാം. അല്ല, ഇത് മറ്റല്ലേ ആൾക്കാരൊന്നും പരിപാടി ഞാൻ ചുമ്മാ പറഞ്ഞതാ, എനിക്കറിയാം ഇതിന്റെ അർത്ഥം. അല്ല, വീട് വീട് ശരിക്കും തൽക്കാലം അങ്ങനെ ഇരിക്കണം. ഞാൻ ഇത് അറിയാമോ? കഴിയാമോ അതാണെന്ന് തോന്നുന്നില്ല. എന്തായാലും ആണ്. അതായത് നമ്മുടെ സമ്പത്തെല്ലാം വിറ്റ് പോകണം. എന്ത് വിറ്റിട്ടാണേലും അവസാനത്തെ കണി വിറ്റും ഓണം എല്ലാം വിറ്റിട്ടാണെങ്കിലും
അല്ല അതിപ്പോ അതിന്റെ ബേസിക് ഐഡിയ അതാ, എന്ത് ചെയ്തിട്ടായാലും ഓണം റെഡി ആക്കിക്കോണം. അതാണ് അർത്ഥം.